ആൾക്കൂട്ടം തന്നെ ഇവിടെ ആൾക്കൂട്ടമുള്ള രാവിലെ തന്നെ വെളുപ്പിന് ആൾക്കൂട്ടം. ഞാൻ രാവിലെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കടയിലേക്ക് ചെന്നത്. അവിടെ നോക്കിയപ്പോണ്ടോ നല്ലൊരു ആൾക്കൂട്ടം, ഭയങ്കര ആൾക്കൂട്ടം. ഞാൻ എന്താണെന്ന് വിചാരിച്ച് നോക്കിയപ്പോണ്ട് ഒരു തെരണ്ടിയെ വെട്ടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കണ്ടില്ല, അതിരാവിലെ തന്നെ ചാക്കോച്ചനെ എല്ലാവരും കൂടി പൊതിഞ്ഞേക്കാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെരണ്ടിയെ കട്ട് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോകാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു തെരണ്ടി ആയിരുന്നുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീരുന്നതിന് മുൻപ് വാങ്ങിച്ചിട്ട് പോകാനായിട്ടുള്ള തിരക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പറഞ്ഞു നിന്ന നേരം കൊണ്ട് ആ മീൻ മൊത്തത്തിൽ അവിടെ തീർന്നു പോയിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് എടുത്ത മീൻ എന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ടക്കാളാഞ്ചി ആയിരുന്നു. കണ്ടില്ലേ, ഏകദേശം ഒരു 6 കിലോ തൂക്കുള്ളൊരു കാളാഞ്ചിയാണ് രാവിലെ തന്നെ ചാക്കോച്ചൻ്റെ കയ്യിൽ കട്ട് ചെയ്യാനായിട്ട് കിട്ടിയേക്കണത് കേട്ടോ. അപ്പോൾ ആ വലിയ കാളാഞ്ചി രണ്ടായിട്ട് ഈ കണ്ട പോലെ നിങ്ങൾ കണ്ട പോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗം സീതം ചേച്ചിക്ക് കട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഭാഗം ചാക്കോച്ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വന്ന കസ്റ്റമറിനെ പറഞ്ഞു വിടാനായിട്ട് പറ്റും മീൻ കൊടുത്തിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ചാക്കോച്ചേട്ടൻ. അപ്പോൾ നോർമലി എല്ലാവരും കറിക്കും വറക്കാനായിട്ട് എടുക്കാറുണ്ടെങ്കിലും ഈ ഒരു കാളാഞ്ചി ഇപ്പോൾ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് വേണ്ടിയിട്ടാണ്. കറി വെക്കാനായിട്ട് പാകമായിട്ടുള്ള രീതിയിലായിട്ട് ഒരു ക്യൂബ് സൈസ് ആ ഒരു ടൈപ്പിലെ അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാക്കിയിട്ടായിരിക്കും ഈ കാളഞ്ചിയെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ കടയിൽ ഏറ്റവും വലിപ്പമുണ്ടായിരുന്ന മീൻ എന്ന് പറയുന്നത് ഈ കാണുന്ന 2 ക്യൂണകളായിരുന്നു, അതായത് കേര. അപ്പോൾ ഒരു കേര നമ്മളുടെ കടയിലോട്ട് കുറച്ച് ഓർഡർ ഉണ്ട്. കാറ്ററിംഗ് ചെയ്യുന്ന ടീമിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ ഉണ്ട്, 2 ടീമിൻ്റെ ഓർഡർ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ വലിയ പറമ്പിലെ കടയിലും 10-2000 പീസ് വെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളായിട്ട് ഓഫ് സീസൺ ആയിരുന്നു. ഇപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് നോയമ്പിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പരിപാടികളാണ്. ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെ എല്ലാവരുടെയും ഹിന്ദുസിൻ്റെ ഒക്കെ പരിപാടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ അത് വിഷു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഇഷ്ടംപോലെ ഓർഡർ നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയേക്കുന്ന കേരയാണ് ടീ കാണുന്നത്. അപ്പോൾ ഈ ഒരു കേരയുടെ തൂക്കെന്ന് പറഞ്ഞാൽ 41.5 കിലോ ആയിരുന്നു കേട്ടോ. വെച്ചോ 41 ചില്ലറുണ്ടല്ലേ. അപ്പോൾ 41.5 കിലോ തൂക്കമുള്ള വലിയ ട്യൂണ കേര. അതായത് അപ്പോൾ ഇത്രയും ഈ നമ്മുടെ കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമുകൾക്ക് ഈ കേര എടുക്കുന്നത് ഭയങ്കര ലാഭകരമായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മീനാവും തോറും അതിൻ്റെ വേസ്റ്റ്, ഇപ്പോൾ ചെറിയ മീനുകളാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഓരോ മീനും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് വേസ്റ്റേജ് കുറച്ച് കൂടുതലുണ്ടാവും. വലിയ മീൻ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തല, ഒരു മീനിൻ്റെ തലയെ പോവുള്ളൂ, പിന്നെ വാലിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് വേസ്റ്റ് പോകും. അപ്പോൾ താരതമ്യേന വലിയ മീൻ എടുക്കുന്നതാണ് വലിയ ഓർഡറുകൾക്ക്. അതായത് കുറേ അധികം 10,000-2000 അല്ലെങ്കിൽ 1000-500 പീസൊക്കെ എടുക്കുമ്പോൾ ഒറ്റ മീനായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് ചാക്കോച്ചേട്ടൻ തന്നെയാണ് ആ വലിയ കേരയെ വെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ വെട്ടുന്ന സ്ഥലത്തല്ല, നമ്മുടെ വലിയ തട്ടിലിട്ടിട്ടാണ് വെട്ടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ തട്ടിലിട്ട് വെട്ടാനായിട്ടുള്ള സ്പേസ് അവിടെ ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഓർഡർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പിലോപ്പിയാണ് അത് ഇപ്പോൾ എടുത്തത് കേട്ടോ. അപ്പോൾ ചാക്കോച്ചേട്ടന് ആ വലിയ മീനെ വെട്ടാൻ കണക്കാക്കിയ രീതിയിൽ നമ്മുടെ സീതം ചേച്ചിയും പോളിച്ചേട്ടനും 2 അറ്റത്ത് നിന്നിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ ആയതിനെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളാക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കി, അതായത് കറിക്ക് വേണ്ടിയിട്ടുള്ള പീസുകളാക്കി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ആ കേരയുടെ തല തന്നെയാണ് വെട്ടിയെടുക്കുന്നത് ചാക്കോച്ചേട്ടൻ. അപ്പോൾ ഒരു കണക്കിന് ആ വലിയ മീനിൻ്റെ തലതേ മുറിച്ച് മുറിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലതേ മുറിച്ചത് ചാക്കോച്ചേട്ടൻ്റെ ആ സൈഡിലിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റെ തൂക്കം എത്രയുണ്ടാവും, ആ ഒരു തലയുടെ മാത്രം തൂക്കം എത്രയുണ്ടാവും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
തല 4700 തല തന്നെ. അപ്പോൾ കണ്ടില്ലേ 4700 ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തല മാത്രം കേട്ടോ. 41.5 കിലോ തൂക്കുള്ള ട്യൂണയുടെ തല വെട്ടി മാറ്റി തൂക്കി നോക്കിയപ്പോൾ 4700 തൂക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ആണ് വേസ്റ്റേജ് പോകുന്നത്. വേസ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല, തല നമ്മൾ വെട്ടി നുറുക്കി അവർക്ക് തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് സ്റ്റാഫിന് കൊടുക്കാനോ അല്ലെങ്കിൽ മീനിൻ്റെ തലക്കറി വെക്കാനായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് സഹായകരമാകും. അപ്പോൾ നമ്മളത് അവർക്ക് തന്നെ കൊടുക്കും കേട്ടോ മീനിൻ്റെ തലയ്ക്ക്. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടാനുള്ള, അതായത് ചെറിയ പീസുകളാക്കി മാറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ വലിയ മീനിൻ്റെ ഓർഡറിൽ 2-3 കഷ്ണങ്ങളാക്കി ഈ കാണുന്ന പോലെ മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെട്ടി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കധികം പെട്ടെന്ന് തന്നെ സമയം അധികം എടുക്കാതെ തന്നെ 3 പേരായിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ 2 പേരായിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ഉദ്ദേശം, ഇങ്ങനെ ചെറുതാക്കി മാറ്റുന്നതിൻ്റെ. കൂടുതലായിട്ട് അത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി മാറ്റുന്നത് കേട്ടോ. മുറിച്ച് ദേ അതിൻ്റെ വാൽഭാഗം കൊണ്ട് ഈ കാണും. നോക്കി എന്താ സൈസ് നോക്കി, അതിൻ്റെ വലിപ്പം കണ്ടില്ലേ. ചാക്കോച്ചൻ അവിടെ നിൽക്കുമ്പോൾ ഈ ചാക്കോച്ചൻ്റെ ആ ഒരു ഹൈറ്റിനനുസരിച്ച് തന്നെ വാലും നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. എന്തൊരു വലിപ്പമുള്ള മീനാണ് നോക്കിയപ്പോൾ. എത്ര വയസ്സ്, ഞാൻ ആ ആലോചിച്ചൊക്കെ ആയിരുന്നു ഇത്രയും വലിപ്പമുള്ള കേര. അപ്പോൾ അതിന് എത്ര വയസ്സുണ്ടായിട്ടുണ്ടാവും, എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തോരം വലിപ്പം, ഇത്രയും വലിപ്പം എത്തണമെങ്കിൽ ആ മീൻ എത്ര വയസ്സ് ആവണമെന്ന്. അങ്ങനെ ആ മീനെ മുറിച്ച് ഈ കാണുന്ന പോലത്തെ 4-5 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെറിയ കഷ്ണമാക്കി ആക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല കുറേ ചോരയൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീതം ചേച്ചി അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ചെമ്മീനും മറ്റുള്ള ചെറുമീനുകളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു തന്നെ. അത് കഴിഞ്ഞപ്പോൾ അതേ കുറച്ച് മീനും ചാക്കിലാക്കിയിട്ട് ഒരു ബോക്സിലോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കാളാഞ്ചിയിലായിരുന്നു. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന കല്ലുമ്മക്കായ. ചെറിയ കല്ലുമ്മക്കായ 160-നും വലുത് 200-നുമാണ് നമ്മൾ വിറ്റുണ്ടായിരുന്നത്. അതിൻ്റെ മീറ്റ് ഉണ്ടായിരുന്നു. മീറ്റ് നമ്മൾ വിറ്റുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോത്തിന് 500 രൂപ, സോറി 1/2 കിലോത്തിന് 250 രൂപ, 1 കിലോത്തിന് 500 രൂപയായിരുന്നു കേട്ടോ മീറ്റിൻ്റെ മാത്രം വില. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വലിയൊരു ചൂണ്ടക്കാളഞ്ച് വേറെ എടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ വേറൊരു കസ്റ്റമർ വന്ന് വിളിച്ച് പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കട്ട് ചെയ്ത് വെച്ചോ ഞാൻ ദേ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന കാളാഞ്ചിയാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ തന്നെ അതേ നമ്മുടെ സീതമ്മ ചേച്ചിക്കാണെങ്കിൽ കുറച്ച് ചെമ്മീൻ നന്നാക്കാനായിട്ട് കിട്ടി. നമ്മൾ നേരത്തെ മുറിക്കുണ്ടായിരുന്ന കേര ഉണ്ടല്ലോ, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടാണ് കാളാഞ്ചി നമ്മൾ വെട്ടിക്കൊടുത്തിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്ററിംഗ് ചെയ്യുന്ന ടീമിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ മറ്റേ കാളാഞ്ചിയുടെ കസ്റ്റമർ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേരയെ വെട്ടൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ കേരയുടെ പീസ് നോക്കി എന്ത് രസമായിട്ടാണ് നമ്മുടെ ഈ ചാക്കോച്ചേനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഏകദേശം 30 ഗ്രാമോളം വരുന്ന പീസുകളായിട്ടാണ് നമ്മൾ ഓരോ പീസ് 30 ഗ്രാം ഉണ്ടാവട്ടെ ഏകദേശം. അപ്പോൾ ആ ഒരു സൈസ് വരുന്ന ക്യൂബ് ഷേപ്പിലുള്ള പീസുകളാക്കിയിട്ടാണ് നമ്മൾ ഈ കേര കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോഴേക്കും കേരയുടെ ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴേക്കും നമ്മുടെ സീതമ്മ പൂമീൻ എടുത്തിട്ടുണ്ട് നന്നാക്കാനായിട്ട്. അതും റെസ്റ്റോറൻറ്റിനുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ നന്നാക്കാനായിട്ട് ഇന്നുണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെ പോലെയും ചെമ്മീൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിള്ളുന്നത് നമ്മുടെ അനിത ചേച്ചിയും നമ്മുടെ അംബിക ചേച്ചിയും കൂടിയിട്ടാണ് കിള്ളുന്നത് കേട്ടോ. അപ്പോൾ ചെറുമീനൊക്കെ ഇവരുടെ കയ്യിൽ, ചെറുമീനും ചെമ്മീനൊക്കെ ഇവരുടെ കയ്യിൽ ഭദ്രമാണ്. എത്രയും പെട്ടെന്ന് ചട്ടപ്പട്ടയെന്നും പറഞ്ഞിട്ട് പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് പരിപാടിയായി കഴിയും. അപ്പോൾ അതേ കേര നമ്മുടെ കഴിയാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇത് ഈ കാണുന്ന സൈസിലാക്കിയിട്ട് നമ്മളുടെ കേര വെട്ടി കഴിയാറായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സീതമ്മ പൂമീൻ അവിടെ നന്നാക്കുന്ന കാഴ്ചയുമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ കേരയെ കട്ടയിൽ കാണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ ഇതിന് മുൻപ് പല എപ്പിസോഡ്സിലും നമ്മുടെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേര കട്ടയിൽ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 41.5 കിലോ ഉള്ള വലിയൊരു കേര കുറേ നാളായി നമ്മുടെ കടയിൽ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരയെ വെട്ടൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ വേറെ മീനായിരിക്കും വെട്ടുന്നത്. ചിലപ്പോൾ കാളാഞ്ചി ആയിരിക്കും, വലിയ കാളാഞ്ചിയൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നാളത്തെ വീഡിയോയിൽ എന്തായാലും കാളാഞ്ചി ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ എന്തായാലും കാണാം കേട്ടോ. താങ്ക് യു.